യുവദിനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മനോരമ ഒരു യങ് എൻ്റർപ്രണേഴ്സ് മീറ്റ് എന്ന ഒരാശയം വെച്ചത്. സ്വന്തം കഴിവുകൊണ്ടും സ്വന്തം ആശയങ്ങൾ കൊണ്ടും ഭാവന കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടും ഈ മേഖലയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വരും തലമുറയ്ക്ക് മാതൃകയാക്കാവുന്ന യുവ സംരംഭകരെയാണ്. അങ്ങനെയുള്ള 10-12 പേരാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ പരിപാടി മോഡറേറ്റ് ചെയ്യുന്നത് പ്രശസ്ത കോളമിസ്റ്റും എഴുത്തുകാരനുമായ ശ്രീ രാമോഹൻ പല്ലിയത്താണ്. മനോരമയുടെ ഒരു കുടുംബാംഗം തന്നെയാണ് ശ്രീ രാമോഹൻ. 12-ാം തീയതിയിലെ യുവജന ദിനത്തിന് സാധാരണ യുവജന ദിനം എന്ന് പറയുമ്പോൾ സിനിമ, സ്പോർട്സ്, അങ്ങനത്തെ കേരളത്തിലെ പാരമ്പര്യം എങ്ങനെയാണ് സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലെ ആളുകളെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന മനോരമയുടെ പാരമ്പര്യം വെച്ച് കേരളത്തിലെ ബിസിനസ്സിനെ എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള മനോരമയുടെ പാരമ്പര്യം വെച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ജനറേഷൻ എന്റർപ്രണേഴ്സിനും അപ്പോൾ നിങ്ങൾക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറികൾ പറയാനുണ്ടാവും. അത് കേൾക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളെല്ലാവരും. ഞാൻ പൂർണ്ണമായിട്ടൊരു ഫസ്റ്റ് ജനറേഷൻ ഓൺടർപ്രണർ പറയാൻ പറ്റില്ല, ബട്ട് ഞാനൊരു ഫസ്റ്റ് ജനറേഷൻ ഓൺടർപ്രണർ കൂടിയാണ്. ബിക്കോസ് ഐ ഹാഡ് ടു സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. ബിക്കോസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ മൈ ഫാദർ പാസ്ഡ് അവേ. അപ്പോൾ ഐ ഹാഡ് സീറോ നോളജ് അബൌട്ട് ലിക്കർ അറ്റ് ഓൾ. എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് പോലും സത്യം പറഞ്ഞാൽ വലിയ പിടുത്തില്ല. ഞാൻ കഴിക്കാറുമില്ല. അപ്പോൾ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേരളത്തിലോട്ട് എൻ്റർ ചെയ്യുന്ന ഒരു ലിക്കർ ഫീൽഡിൽ എൻ്റർ ചെയ്യുന്ന ഒരു വല്ലാത്ത എൻട്രി ബാരിയറുള്ള ഒരു ഫീൽഡാണ്. നമുക്കങ്ങനെ എല്ലാവർക്കും ഈസിലി എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡല്ല. ഹൈ എൻട്രി ബാരിയേഴ്സ് ഉണ്ട്. യു നീഡ് ടു ഹാവ് എ ലൈസൻസ്. സോ ലക്കിലി ഐ വാസ് ഫോർച്യൂനേറ്റ് ടു ഹാവ് എ ലൈസൻസ്. ബട്ട് ഇവിടെ ലൈസൻസ് ഉള്ളവർ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഞാൻ വരുന്ന സമയത്ത് കേരളത്തിന് സ്വന്തമായ ഒരു മദ്യ ബ്രാൻഡ് ഇല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ കർണാടക എടുത്തു കഴിഞ്ഞാൽ പോൾ ജോൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ലൈക്ക് പോൾ ജോൺ പോലെ പിന്നെ നിങ്ങൾ അമൃത് കേട്ടിട്ടുണ്ടാവും. ഗോവ അമൃത് ഡിസ്റ്റിലറീസ് ഫ്രം കർണാടക. നമുക്ക് സ്വന്തമായൊരു ബ്രാൻഡില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവിടെ ഒരു 17 ലൈസൻസ്, ഒരു 13 വർക്കിംഗ് ഫാക്ടറികളാണ് കേരളത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ 13 പേരും ചെയ്യുന്നത് വിദേശ കമ്പനികളുടെ ബ്രാൻഡുകൾ നമ്മൾ ജസ്റ്റ് ജോബ് വർക്ക് ചെയ്യുകയാണ്. നമ്മൾ ഉൽപ്പാദിപ്പിച്ച് ബോട്ടിൽ ചെയ്ത് അവർ കൊണ്ടുവരുന്ന മദ്യം ഉണ്ടാക്കി വെറുതെ സപ്ലൈ ചെയ്യുന്ന ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ലൈസൻസ് എടുക്കുന്ന കാസർഗോഡാണ്. ജോഗ്രഫിക്കലി വെരി ഹാർഡ്. ബിക്കോസ് കാസർഗോഡ് നിന്ന് കേരളത്തിലൊരു പോയിന്റിലോട്ട് മദ്യം എത്തിക്കുക, ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജോബ് വർക്കിന് പോലും ആരും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും, ഒരു വരണമെന്നുമില്ല. ബട്ട് ദെൻ ഐ ഡിസൈഡഡ് നമുക്ക് കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെതായ ഒരു ബ്രാൻഡ് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് വരണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫാദർ ക്യാൻസർ വന്ന് മരണപ്പെട്ടു പോയ ഒരാളാണ്. അപ്പോൾ അന്ന് ഫാദർ മരിക്കുന്നതിന് മുന്നേ ഒരു ബ്രാൻഡിൻ്റെ ചുമ്മാ പേരൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ തമാശയ്ക്ക് ചോദിക്കാം. ഞാനൊരു റേഡിയോ ജോക്കി ആയിരുന്നു. ആക്ച്വലി ഞാൻ ക്ലബ് ഓഫ് ഫാമിലി റേഡിയോ ജോക്കി ആയിരുന്നു. അപ്പോൾ ആകെ ചോദിച്ചപ്പോൾ ഫാദറിൻ്റെ മമ്മി വിളിക്കുന്ന പേര് വിൽസൺ എന്നാണ്. അപ്പോൾ പപ്പ മരിക്കുന്നതിന് മുന്നേ പപ്പയുടെ കൈയക്ഷരത്തിൽ ഞാൻ ഒരു പേപ്പറിൽ ആശുപത്രി വെച്ച് എഴുതി മേടിച്ചാണ് ഡാഡി വിൽസൺ എന്നുള്ള പേര്. സോ ഫോർച്ചുനേറ്റ്ലി ദാറ്റ് മൈ ഫാദേഴ്സ് നെയിം ഇസ് മൈ ബ്രാൻഡ്സ് നെയിം. ആൻഡ് ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് കേരളത്തിൽ നിന്നുള്ള ടോപ്പ് ഒരു ഫുൾ കേരള ലിക്കർ സെയിൽ എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് 10 ലിക്കർ സെയിലുള്ള ഒരേ ഒരു കേരള ബ്രാൻഡ് ഇപ്പോൾ ഡാഡി വിൽസൺ ആണ്. ഞാൻ തുടങ്ങുന്ന സമയത്ത് പേര് പറയുകയാണെങ്കിൽ 4-5 പേര്, സമീറ, സനീഷ് എന്ന് പറയണ പോലെ, ധന്യ, ഞാൻ, അങ്ങനെ ഒരു 4-5 പേര് മാത്രമായിരുന്നു കോസ്റ്റ്യൂമിൽ ഒരു കോവിഡിന് മുമ്പ് വരെ അറിയുന്നുണ്ടായിരുന്നത്. കോവിഡ് കഴിഞ്ഞ് ഒരുപാട് പെൺപിള്ളേർ ഇന്ന് മലയാള സിനിമയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫെഫ്ക എന്ന് പറയുന്ന യൂണിയനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ അണ്ടറിൽ 19-20 എനിക്കറിയില്ല എണ്ണം സബ് യൂണിയൻ ഉണ്ട്. അതിൽ ഡയറക്ടേഴ്സ് യൂണിയൻ ഉണ്ട്, റൈറ്റേഴ്സ് യൂണിയൻ ഉണ്ട്, നമ്മൾ പ്രൊഡക്ഷൻ ചായ തരുന്ന ചേട്ടന്മാർ, ഞങ്ങൾ പല ആളുകളുടെ യൂണിയൻ, സബ് യൂണിയൻസ് ഉള്ളതാണ് ഫെഫ്ക എന്ന് പറയുന്നത്. ഈ 20ഓളം യൂണിയനുകളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചീഫ് ടെക്നീഷ്യന്മാരായിട്ട് വർക്ക് ചെയ്യുന്നത് കോസ്റ്റ്യൂമിലാണ്. ഇന്ന് ഏകദേശം 30-ലധികം HODമാർ സ്ത്രീകളാണ് കോസ്റ്റ്യൂമിലുള്ളത്. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ, ഇപ്പോൾ ഇന്നലെ ഇറങ്ങിയ രേഖാചിത്രം ആയാൽ അതിൽ സമീറയാണ്, അതിനു മുമ്പ് ഇറങ്ങിയ ഐഡൻറ്റിറ്റിയിലാണ് ഗായത്രിയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് സ്ത്രീകളാണ് കോസ്റ്റ്യൂമിൽ ഏറ്റവും കൂടുതൽ സിനിമയിൽ, മലയാള സിനിമയിലുള്ളത്. എൻ്റെ പാരൻസ്, പപ്പ ഒരു ടീച്ചറാണ്, മദർ ഹൗസ് വൈഫാണ്. അങ്ങനെ ഒരു ട്രഡീഷണൽ ആയിട്ടൊരു ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഗ്രാൻഡ് ഫാദർക്ക് ബസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ട്രഡീഷണൽ ബിസിനസ് ഫാമിലി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്നാലും ഒരു പാഷൻ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഇതിലോട്ട് വന്നു. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പല ഐഡിയാസ് ആൾക്കാർ നമ്മുടെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ വരുമ്പോഴൊക്കെ നമുക്ക് പല ഐഡിയാസ് കിട്ടും. അപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ഫീൽഡിലേക്ക് വന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് കേരളത്തിലും പുറത്ത് ബിസിനസ് ചെയ്യുന്നതിന് ഒത്തിരി ഫ്രീഡം നമുക്കുണ്ട്. ഇവിടെ തുടങ്ങുന്നതിനേക്കാളും ഇവിടെ നമ്മൾ എൻജോയ് ചെയ്യുന്നതിനേക്കാളും ഒത്തിരി ഫ്രീഡം
നമുക്ക് പുറത്തുനിന്ന് ബിസിനസ് ചെയ്ത് തുടങ്ങുമ്പം ഒരു അഡ്വാൻറ്റേജാണ്, ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം കേരളത്തിൽ കൂടുതലും ട്രഡീഷണൽ ബിസിനസ് മാത്രമേ നമുക്ക് ഒരു സ്കെയിലപ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉള്ളൂ. ബാക്കി സ്കെയിലപ്പ് ചെയ്യാനെങ്കിൽ കുറച്ച് ചലഞ്ചിങ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയതുകൊണ്ട് അങ്ങനെ വന്നു. അപ്പോൾ സിംഗിൾ ഐ ഡി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഭാഗമാണ്. സിംഗിൾ ഐ ഡി എന്ന് പറയുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് B2B ആണ് മെയിൻ. നമ്മൾ ബാങ്കുകൾക്കൊക്കെയാണ് ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അറൗണ്ട് അബൌട്ട് 600 ബാങ്ക്സിന് മുകളിൽ ഞങ്ങളുടെ ബ്രാൻഡ് വേൾഡ് വൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസിയാണ് ഇന്ത്യയിൽ ആദ്യം വന്നത്. അതും ഇപ്പോൾ ഇന്ത്യയിലുള്ള ബാങ്ക്സിനും ഒത്തിരി മീഡിയ NDTVക്കൊക്കെ ഞങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു റിവാർഡ് ആപ്പാണ്. റിവാർഡ് ആപ്പ് നമ്മൾ ബേസിക്കലി ടെക്നോളജി പ്രൊവൈഡറാണ്. നിങ്ങളുടെ ഒരു വൈറ്റ് ലേബിൾഡ് ആപ്പ് വേണമെങ്കിൽ നമ്മൾ ടെക്നോളജി മൈൽസ് പറയും. ഇപ്പം ഇൻഡിഗോടെയൊക്കെ നമ്മളാണ് പവർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ടെക്നോളജി. ഇതിനകത്ത് ക്രിക്കറ്റ് എന്ന് പറയുന്ന കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് എന്ന് പറഞ്ഞൊരു ടീം വന്നു. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നപ്പോൾ നമ്മൾ എടുത്തു എന്നുള്ളൂ. അത് കൂടുതലൊരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ബ്രാൻഡിനെ കൊണ്ടുപോകുന്നത്. അതാണ് വന്നത്. പിന്നെ ഇങ്ങനെ ഒരു മൂവിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഒബ്വിയസ്ലി എന്താ പറയുക, അതൊരു ഒരു ഐക്കോണിക് സംഭവമാണ്. അപ്പം തീർച്ചയായിട്ടും അതിലിപ്പോൾ ലാഭം നഷ്ടം നോക്കാതെ അതിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ് ചെയ്തത്. പിന്നെ ഒബ്വിയസ്ലി അങ്ങനെ ഒരു പടമായതുകൊണ്ട് നമ്മളതിൽ നഷ്ടം പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് ഒബ്വിയസ്ലി അങ്ങനെയാണ് ഇറ്റ് ഹാപ്പൻ ടു എൻഡ് അപ്പ് ദെയർ. പിന്നെ MS ധോണിയാണ് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ. അപ്പം ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് MS ധോണി ആപ്പ് എന്ന് പറഞ്ഞിട്ട് MS ധോണിയുടെ പേരിൽ ഞങ്ങളിപ്പോൾ പുള്ളിയായിട്ടൊരു റവന്യൂ ഷെയറിങ് എഗ്രിമെൻറ്റിൽ MS ധോണി ആപ്പ് ഫാൻസിന് വേണ്ടിയിട്ട് ഈ ഫെബ്രുവരി 19 ലോഞ്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, അതായത് എൻഗേജിങ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ എൻഗേജ് ചെയ്യിക്കാനും അതുപോലെ തന്നെ ബിസിനസ്സുകൾക്ക് എൻഗേജ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ MS ധോണി ആപ്പിൽ MS ധോണി ഫാൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. എൻ്റെ പേര് പുന്നൂസൂട്ടി പീച്ചറിയാൻ. ഫാദറായിട്ട് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സായിരുന്നു. അതായത് 1997 സ്റ്റാർട്ട് ചെയ്തു. കോട്ടയം കുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ സ്റ്റാർട്ട് ആകുന്നത്. ഇത് മാനുഫാക്ചറിങ്ങിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാനുഫാക്ചർ ചെയ്ത് പെനിയിൽ നിന്നുള്ള ഐസ് ക്യാൻഡി നമ്മൾ സപ്ലൈ ചെയ്ത് തുടങ്ങുന്നത് സൈക്കിളിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്ത് തുടങ്ങുന്നത്. അന്ന് ഉള്ള പ്രൈസിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 1 രൂപ, 2 രൂപ, 3 രൂപ. അതായത് ഓറഞ്ച്, പൈനാപ്പിൾ, ഗ്രേപ്പ്, പിന്നെ ഫ്രൂട്ട് സലാഡ്, സേമിയ. ഞാൻ കോഴ്സ് കഴിഞ്ഞ് 2012 ശേഷമാണ് നമ്മളിത് ടേക്ക് ഓവർ ചെയ്യുകയും ആ ഒരു ബ്രാൻഡ്, അതായത് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ബ്രാൻഡിങ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ 2015 ഇപ്പം കാണുന്ന പെനി ഐസ് ക്യാൻഡിയുടെ ചെയ്തിരിക്കുന്ന എല്ലാ ബ്രാൻഡിങ്ങും നമ്മൾ 2015 ബ്രാൻഡിങ് ചെയ്ത് കംപ്ലീറ്റ് ആയി. സൈക്കിളിൽ തന്നെ ഇത് സപ്ലൈ ചെയ്യാനും തുടങ്ങി ആ സമയങ്ങളിൽ. പിന്നെ നമ്മളിത് 2021 ഒരു ഔട്ട്ലെറ്റ് കോൺസെപ്റ്റിലോട്ട് നമ്മളിത് അസോസിയേറ്റ് ചെയ്ത് ഔട്ട്ലെറ്റ് കോൺസെപ്റ്റിൽ നമ്മളിത് സ്റ്റാർട്ടാകുന്നത്. 2021 സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പം 2025 നമ്മൾ ഔട്ട്ലെറ്റ് കോൺസെപ്റ്റായിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മോർ ദാൻ 36 ഫ്ലേവേഴ്സ് ഇപ്പം നിലവിലുണ്ട്. 45 ഔട്ട്ലെറ്റ്സ് ഇപ്പം നിലവിലുണ്ട്. ഇപ്പം നമ്മൾ കർണാടക, അതുപോലെ തന്നെ തെലുങ്കാന, കോയമ്പത്തൂർ, തമിഴ്നാട് ആൻഡ് കേരള, ഇത്രയാണ് നമ്മളിപ്പം റീച്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇനി എക്സ്പാൻഷൻസ് ഉണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു. മാനുഫാക്ചറിങ് നമ്മളിപ്പം കിൻഫ്ര, നെല്ലാട്, മൂവാറ്റുപുഴയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഡിസൈൻ അന്ന് സൈക്കിളിൽ പോകുന്നൊരു ബ്രാൻഡിന് ബ്രാൻഡിങ് ചെയ്യുക എന്ന് പറയുന്നത് ആരും ചെയ്യാത്തൊരു കാര്യമാണ്. ഔട്ട്ലെറ്റിലോട്ട് വന്നപ്പോഴാണ് ഒന്നും കൂടെ റീച്ച് ഔട്ട് വഴി ചെയ്ത് ആൾക്കാരിലോട്ട് എത്തിയത്. അതുവരെ നമ്മൾ കോട്ടയം എന്ന് പറയുന്ന റീജിയനിൽ മാത്രം നിന്ന് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തായി മാത്രമേ ഉണ്ടായിരുന്നു. ഓവറോൾ ഇപ്പോൾ ഒരു ആവറേജ് ഇന്ത്യൻ വീട് എന്നുള്ള രീതിക്ക് നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും നമുക്ക് തലയിൽ കൂടെ കത്തുന്നത് ഈസ് നോട്ട് റിയലി എ ഗുഡ് ഹൗസ്. അപ്പോൾ അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് MBA ചെയ്തു. അത് കഴിഞ്ഞ് അഫോർഡബിൾ ഹൗസിങ്ങിൽ കുറച്ച് കാലം പണിയൊക്കെ എടുത്ത് ഒരു അറ്റ് സം പോയിൻറ്റ് ഓക്കെ, ഇനി ഇപ്പം നടന്നില്ലെങ്കിൽ നടന്നില്ല, നടക്കുകയാണെങ്കിൽ ഇപ്പം നടക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 2-3 കോർ കോൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു ഇത് നടത്താൻ വേണ്ടിയിട്ട്. ഒന്നെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു യൂസ് ടെക്നോളജി വെൽ സോ ദാറ്റ് ഇതിൻ്റെ കോസ്റ്റും ഇതിൻ്റെ എഫിഷ്യൻസിയൊക്കെ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ടെക്നോളജി യൂസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഫണ്ടമെൻ്റലി ഇപ്പോൾ നമ്മളൊരു വീട് ഉണ്ടാക്കുക എന്ന് പറയുന്നതിൽ ഡിസൈൻ ആണെങ്കിലും ബിൽഡ് ആണെങ്കിലും ഇറ്റ് ഇസ് സം കൈൻഡ് ഓഫ് എ മാനുഫാക്ചറിങ് പ്രോസസ്സ്. അപ്പോൾ ഈ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ്, അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഏത് സാധനമാണെന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി കുറേ ഡേറ്റയും എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. പക്ഷേ ഈ ലെവലിലുള്ള പ്രൊഡക്ഷൻ ഡേറ്റയൊന്നും ക്യാപ്ചർ ചെയ്യാനോ അതിൽ നിന്ന് ലേൺ ചെയ്യാനോ കണ്ടിന്യൂസ് ഇമ്പ്രൂവ് ചെയ്യാനോ തരത്തിലുള്ള യാതൊരു സംവിധാനങ്ങളും ഇല്ല.
ഇപ്പം ഞങ്ങൾ ബേസിക്കലി ഞങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞൊരു മറ്റൊരു 4-5 കൊല്ലത്തെ താഴെ ഞങ്ങളൊരു 1000+ ഹൗസസ് ഇപ്പോൾ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കറൻ്റ്ലി ഒരു 100-300ഓളം വീടുകൾ അക്രോസ് സൗത്ത് ഇന്ത്യ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മളൊരു പ്രോസസ്സ് ഉണ്ടാക്കണമെന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആപ്പിൾസ് ടു ആപ്പിൾസ് നോക്കുകയാണെന്നെങ്കിൽ ഞങ്ങളുടെ പ്രൈസ് ആക്ച്വലി ബാക്കിയുള്ളവരെക്കാളും മറ്റേ ഈക്വൽ ഓർ ലോവർ ആണ് ഇൻ എനി ഓഫ് ദീസ് ഗിവൻ മാർക്കറ്റ്സ് ഇൻ ദാറ്റ് സ്പെസിഫിക് തിങ്. അവരുടെ പെർട്ടിക്കുലർ ലൈഫ് സ്റ്റൈലിനും ഇതിനും എത്രയും സൂട്ടബിൾ ആയിട്ടുള്ള തരത്തിലുള്ള ഡിസൈൻ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ നമുക്ക് കുറേ പ്രോസസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു മൊബൈൽ ആപ്പ് ഉണ്ട്, ഒരു വെർച്വൽ റിയാലിറ്റി സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് ആക്ച്വലി വീട് മറ്റേ ഈ വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് അതിൻ്റെ ഉള്ളിൽ കയറി ആ വീട്ടിൻ്റെ ഉള്ളിൽ കയറി കണ്ട് അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സെലക്ഷൻ നടത്തി എക്സാക്ട് പ്രൈസും സാധനങ്ങളൊക്കെ കിട്ടിയതിന് ശേഷമാണ് കൺസ്ട്രക്ഷൻ നടത്തുന്നത്. നമുക്ക് വാറണ്ടീസ് ഓഫർ ചെയ്യാൻ പറ്റുന്നുണ്ട് കസ്റ്റമറിന്. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അൺഹേർഡാണ് സെക്ടറിൽ. അപ്പോൾ നമുക്ക് വാറണ്ടീസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മളുടെ എൻ്റയർ പ്രോസസ്സ് ആക്ച്വലി ഭയങ്കര സ്ട്രക്ചറാണ്. അപ്പോൾ നൗ വി ആർ ഓൾസോ ഏബിൾ ടു പാർട്ട്ണർ വിത്ത് അതർ പീപ്പിൾ ആൻഡ് ലോഞ്ച് അതർ ബ്രാൻഡ്സ്. ഞങ്ങളിപ്പോൾ ഒരു 3 ബ്രാൻഡ്സ് ഞങ്ങൾ പാരലി റൺ ചെയ്യുന്നുണ്ട്. ബിൽനെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്, വാല്യൂ ബിൽഡ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്, പിന്നെ കെ ഹോംസ് എന്ന് പറഞ്ഞിട്ട് കല്ലിയത്തുമായിട്ട് പാർട്ണർ ചെയ്ത് കെ ഹോംസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ്. ഇങ്ങനെ 3 ബ്രാൻഡ് ഞങ്ങൾക്ക് ഇപ്പോൾ റൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഞാൻ ഇവിടെ വന്നപ്പോൾ മൈ ഫാദർ വാസ് എ ബ്യൂറോക്രാറ്റ്, കൊച്ചിയിലെ കോർപ്പറേഷൻ കമ്മീഷണർ ആയിരുന്നു. സോ അപ്പോൾ എൻ്റെ പപ്പായെ സംബന്ധിച്ചോളം ഈ ബിസിനസ് ഒന്നും ഇറ്റ്സ് നോട്ട് ഫോർ ഗേൾസ് ഫ്രം പ്രത്യേകിച്ച് ഗേൾസ്. സോ ബിക്കോസ് ഐ സ്പീക്ക് ഓൺ എ വിമൻ ബിക്കോസ് ഇപ്പം പണ്ട് ഞാൻ ഇപ്പോഴും വിമൻ ഓൺട്രപ്രണർ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ എം എൻ ഓൺട്രപ്രണർ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു വിമൻ ഐ എം എ ഡൈവേഴ്സിറ്റി ഇവാഞ്ചലിസ്റ്റ്. ഐ സപ്പോർട്ട് വിമൻ. വിമനിൽ നിന്നാണ് ഞാൻ ഡിഫറെൻ്റ്ലി ഏബിൾ ടേക്ക് LGBT because that world people don't know because you have not experienced it. I am an entrepreneur by journey. Since I have a corporate background, എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർപ്പറേറ്റിലേക്ക് എഞ്ചിനീയേഴ്സിന് എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല, ബിക്കോസ് അപ്പോഴത്തേക്കും ആ ജനറേഷൻ മാറി. അപ്പോൾ ഞാൻ കൊണ്ടുവന്നൊരു ഐഡിയ ലൈക്സ് ലേണിംഗ് ഇന്നോവേറ്റീവ് കീ എംപ്ലോയ്മെൻറ്റ് സ്കിൽസ്. അഗെയിൻ ഫോർ എ ലെസൺ ഫോർ എൻ ഓൺട്രപ്രണർ, നെവർ കം അപ്പ് എഹെഡ് ഓഫ് ടൈം. ടൈമിന് മുമ്പ് കൊണ്ടുവരുന്നത് ഐഡിയ പാളിപ്പോവും. അതാണ് എൻ്റെ ആദ്യത്തെ പാഠം. അതിനൊപ്പം ഞാൻ പഠിച്ച വേറൊരു പാഠം, കോൺസെപ്റ്റ് ഇസ് ആൻ ഇമാജിനേഷൻ ഓഫ് എ ഫൗണ്ടർ, നോട്ട് ദാറ്റ് വെൻ യു ആർ എ ഫൗണ്ടർ യു ഓൾവേസ് തിങ്ക് എൻ്റെ ഐഡിയയുടെ അത്രയും വലിയ ഐഡിയ വേറെ ആർക്കും ഉണ്ടാവില്ല. ഐ ഹിയർ മൈ എംപ്ലോയീസ്. ഐ റിയലി ഹിയർ മൈ എംപ്ലോയീസ് ബിക്കോസ് ഐ ബിലീവ് ദാറ്റ് സിസ്റ്റം റൺ ചെയ്താൽ മാത്രമേ, ഇൻക്ലൂഡിങ് എംപ്ലോയീസ് റൺ ചെയ്താലേ കമ്പനി സ്കെയിൽ ചെയ്യുള്ളൂ. നമ്മുടെ മാത്രം തലച്ചോറിൽ ഓടില്ല. ബട്ട് സ്റ്റിൽ വി ആർ മൈക്രോ മാനേജ്, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഗെയിം. എന്നിട്ട് 2017 വീണ്ടും ഞാൻ ഒറിയ എന്ന് പറഞ്ഞ കമ്പനി കൊണ്ടുവന്നു. ഇനീഷ്യലി ഇറ്റ് വാസ് എൻ എഡ്ടെക് തിങ്, ഇറ്റ് ക്രാബ്, ബട്ട് ദെൻ ഇറ്റ് വാസ് എ മാർക്കറ്റിംഗ് തിങ്. എൻ്റെ പേര് ദേവിക ചന്ദ്രശേഖരൻ. ഞാൻ ഫ്യൂസ്ലേജ് ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ കോഫൗണ്ടറാണ്. ഞാൻ ബേസിക്കലി എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് പഠിച്ചത്. വർക്ക് ചെയ്തതും അത് റിലേറ്റഡ് ഫീൽഡിൽ തന്നെയാണ്. ബട്ട് കോർ ടെക് അല്ല, ഞാൻ മാനേജ്മെൻറ്റ് സൈഡിലാണ് വർക്ക് ചെയ്തത്. അങ്ങനെ 2019 ആ ഒരു ടൈം ആയപ്പോഴേക്കും ജോലി മടുത്തു, എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഓഫ് കോഴ്സ് സോളാറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം, സോളാറിലാണ് വർക്ക് ചെയ്തത്, അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് റിസൈൻ ചെയ്ത സമയത്താണ് സിനിമ കുറച്ച് പാഷനേറ്റ് ആയിരുന്നു. ആ ഒരു സമയത്ത് ഒരു പുഴു എന്ന് പറഞ്ഞ മൂവിയിൽ വർക്ക് ചെയ്യാനൊരു ചാൻസ് കിട്ടി അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട്. 2018-19 നമ്മൾ ബേസിക്കലി ഒരു അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയാണ്. 18-19 ഫാമേഴ്സിന് ഈ ഫ്ലഡ് കാരണം ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ന്യൂട്രിയൻസ് ഒക്കെ ഒലിച്ചു പോയിട്ട് ഫാമിങ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഫാമേഴ്സിന് വന്നു. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് നമ്മൾ ഈ അണ്ടർ വാട്ടർ ഡ്രോൺ അഗ്രികൾച്ചർ ഡ്രോണായിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലെത്തി. അപ്പോൾ അഗ്രികൾച്ചർ ഡ്രോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ ഡ്രോൺ ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷൻ പോലുള്ള ഇൻക്യുബേറ്റേഴ്സിൽ വന്നു. കൊറോണ ടൈമിൽ തന്നെയാണ് വന്നത്. പക്ഷേ നമ്മളൊരു 2 പ്രസൻറ്റേഷൻ ചെയ്തപ്പോഴും അവർ ആ സമയത്ത് ഡ്രോൺസ് ഇത്രയും വന്നിട്ടില്ല. ഒരു ആളുകളുടെ തലയിൽ വീഴും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റിജക്ഷൻ ആയിരുന്നു ആ ഒരു സമയത്ത്. അത് കഴിഞ്ഞ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറച്ച് പ്രൊജക്ട്സൊക്കെ ചെയ്തു. ഒരു തരിശ് നിലമൊക്കെ ഒരു ഫാർമറിനെ കൂടെ എടുത്ത് അവിടെ കൃഷി ചെയ്തു. അവിടെ മിനിസ്റ്ററിനെ കൊണ്ടുവന്ന് ഇനാഗുറേറ്റ് ചെയ്തപ്പോൾ ഡ്രോൺ യൂസ് ചെയ്തിട്ട് കൃഷി ചെയ്തിട്ട് ഇത്രയും ഈൽഡ് കൂടുതൽ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചേർത്തല, നമ്മൾ ബേസിക്കലി ചേർത്തല, നമ്മുടെ സ്ഥലം ചേർത്തല. ഇപ്പോൾ നമ്മൾ 4 ഇയേഴ്സായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ മാത്രമല്ല ഡിഫൻസിലും പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചറിൽ ഇന്ത്യയിലെ സിവിൽ ഏവിയേഷൻ്റെ അംഗീകാരം കിട്ടിയ കേരളത്തിലെ ആദ്യത്തെ ഡ്രോണാണ്. കേരളത്തിലാകെ ഒരു ഡ്രോൺ മാനുഫാക്ചറിങ് ഫേമേ ഉള്ളൂ, അത് നമ്മളുടെയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫ്ലൈയിങ് കപ്പാസിറ്റി ഉള്ള ഡ്രോൺ എന്ന് വെച്ചാൽ ഫ്ലൈയിങ് ടൈം 25 minutes ആണ് നമ്മളെ ഡ്രോണിൻ്റെ ഫ്ലൈയിങ് ടൈം എന്ന് പറയുന്നത്. അത് ഉള്ള സ്മോൾ കാറ്റഗറിയിലെ ആദ്യത്തെ ഡ്രോണാണ് നമ്മളുടേത്.
മാത്രമല്ല ഇപ്പോൾ ഡിഫൻസിൽ DRDO, ഷിപ്പ് NPOലിൻ്റെ പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട്. പ്ലസ് നമ്മളിപ്പോൾ UK, കാനഡ ഈ 2 കൺട്രീസിൽ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വെർച്വലാണ് ഇപ്പോൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹായ്, എൻ്റെ പേര് ജോഫിൻ. ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് ഒരു വെഞ്ചർ ഫണ്ട് ഒരു വെഞ്ചർ ഫണ്ട് റൺ ചെയ്യുന്നത്. ഒരു US ബേസ്ഡ് ഫണ്ടാണ്. അതിൻ്റെ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ ഞങ്ങൾ വളരെ സ്പെസിഫിക്കലി B2B സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യും. അവർ ഒരു ആക്സിലറേറ്റർ പ്രോഗ്രാമിൽ കൂടെ കൊണ്ടുപോകും. അതാണ് കഴിഞ്ഞ 1 വർഷമായിട്ടുള്ള ആക്ടിവിറ്റി. പക്ഷെ അതിനു മുമ്പ് ഏകദേശം 10-12 വർഷത്തോളമായിട്ട് ഈ സ്റ്റാർട്ടപ്പ് സ്പേസിലാണ്. ഫോർമലി ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് 2012-ലാണ്. പ്രൊഫൗണ്ടേഴ്സ് എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ടായിരുന്നു. 4 കോളേജ് ഫ്രണ്ട്സ് ചേർന്ന് തുടങ്ങിയതാണ്. കോളേജിൽ നിന്ന് ഇറങ്ങി ഒരു 2 വർഷത്തിന് ശേഷം തുടങ്ങിയതാണ്. അപ്പം അത് നമ്മൾ 4 വർഷം റൺ ചെയ്തതിന് ശേഷം ഒരു US ബേസ്ഡ് ഒരു കമ്പനിക്ക് സെല് ചെയ്തു. അവർ അക്വയർ ചെയ്തു. നമ്മളെ അക്വയർ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഇന്ത്യയിൽ ഓഫീസ് സെറ്റപ്പ് ചെയ്തു. പിന്നെ ഒരു 4 വർഷം ഞാൻ അവരുടെ ഇന്ത്യ ഓഫീസ് സെറ്റപ്പ് ചെയ്യുകയും അത് ലീഡ് ചെയ്യായിരുന്നു ഇൻഫോപാർക്കിൽ. നമ്മൾ സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഒരു മൂവ്മെൻറ്റ് നടന്ന ഒരു സമയത്താണ് ഞങ്ങൾ കമ്പനി തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഭീകരമായിട്ട് ഇക്കോസിസ്റ്റത്തിൽ നിന്ന് അന്ന് കേരളം ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ വലിയ ഒരുപാട് ടെക് സ്റ്റാർട്ടപ്പുകളൊന്നും കേരളത്തിലില്ല. എങ്കിൽ പോലും ഗവൺമെൻറ് ആണെങ്കിലും ഇക്കോസിസ്റ്റം ആണെങ്കിലും ഭീകരമായ സപ്പോർട്ട് നമുക്ക് എന്നും കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ സമയം മുതൽ തന്നെ ഞാൻ ഭയങ്കര ഹ്യൂജ് ബിലീവർ ഓഫ് ദ ഇക്കോസിസ്റ്റം ആണ്. ഒബ്വിയസ്ലി കുറേ കുറവുകളുണ്ട്, ടാലൻറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ബാംഗ്ലൂരുമായിട്ട് കമ്പയർ ചെയ്താൽ ഒന്നുമില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന അതൊരു മെച്യൂരിറ്റി കർവിൻ്റെ സ്റ്റേജ് എന്നുള്ളത് മാത്രമാണ്. അപ്പം ഒരു ടെക് സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റൈപ്പായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഇവിടെ ഉണ്ട്. അത് ഒരു വലിയ കമ്പനി ഇവിടുന്ന് വരുമ്പം അത് എല്ലാം മാറും എന്ന് പറയുന്ന ഭയങ്കര ചിലപ്പോൾ ഒരു ഫൂളിഷ് ഒപ്റ്റിമിസ്റ്റ് ആണ് ഞാൻ. അപ്പം ആ ഒരു ഒപ്റ്റിമിസത്തിലാണ് ഞാൻ ഓടുന്നത്. പക്ഷേ ഞാൻ കോളേജിൽ കയറുമ്പം ഭാഗ്യം കൊണ്ട് വീണ്ടും ഒരു ഭാഗ്യം കൊണ്ട് 4th ഇയറിൽ പഠിക്കുന്ന ഒരു ചേട്ടന്മാർ അവർ കമ്പനി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ സെലിബ്രിറ്റിയാണ്. കോളേജിൽ കമ്പനി തുടങ്ങിയ ചേട്ടന്മാരാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് ഓക്കെ ഇത് കൊള്ളാമല്ലോ എന്നൊരു ചിന്തയാണ്. അപ്പം ആ ഫണ്ടമെൻ്റൽ എക്സ്പോഷറാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ കോളേജിൽ വെച്ച് സ്റ്റാർട്ടപ്പ് ചെയ്യാം. അപ്പോൾ കോളേജിൽ വെച്ച് നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കി സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഒരു ഫാമിലി ഓണ്ടർപ്രണർ ഒക്കെ ആണെങ്കിൽ അല്ലെ ഫാമിലി ബിസിനസ് ഒക്കെ ആണെങ്കിൽ അവർ ദിവസം ആദ്യം മുതലേ കാണുന്നത് അതാണ് അവരുടെ എക്സ്പോഷർ, റൈറ്റ്? ബിസിനസ് നടക്കുന്നു, ചുറ്റും നടക്കുന്നു. പക്ഷെ നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും സംബന്ധിച്ചിടത്തോളം ആ എക്സ്പോഷറിന്റെ ലിമിറ്റേഷൻ മാത്രമാണ്. അത് കേരളത്തിലുള്ള എല്ലാവർക്കും ആ എക്സ്പോഷറിന്റെ ലിമിറ്റേഷനാണ്. ഇപ്പം കോളേജ് കഴിയുന്ന പിള്ളേർക്ക് നമ്മൾ കോളേജ് കഴിഞ്ഞ അത്രയും റെസിസ്റ്റൻസ് ഒന്നും പേരൻസിൻ്റെ അടുത്തൊന്നും ഉണ്ടാവില്ല. അപ്പം ഇറ്റ്സ് എ ഗ്രോത്ത് കർവ് എന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ കേരള പ്രോബ്ലം. ഞാനൊക്കെ ഈ സ്റ്റാർട്ടപ്പ് എന്നുള്ള വേർഡ് അറിയുന്നതിന് മുമ്പേ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ആളുകളാണ്. അതായത് നമ്മൾ 19 വയസ്സിൽ നമ്മളൊരു IT കമ്പനി കോളേജിൽ പഠിത്തം നിർത്തി നേരെ ഒരു 2005-2006 സമയത്ത് ഒരു IT കമ്പനി എന്നുള്ള രീതിയിൽ നമ്മൾ ഹോസ്റ്റലിൽ തന്നെ ചെറിയ രീതിയിൽ ഓരോ പരിപാടികളായിട്ട് അങ്ങനെ തുടങ്ങി ഇതുവരെ എത്തിയതാണ്. വി നീഡ് ടു ബിൽഡ് സംതിങ് സ്കെയിലബിൾ ടു ദ ഗ്ലോബൽ എന്നുള്ളൊരു സാധനം എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്ത കാര്യത്തിന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബോറടി വരും. നമ്മൾ ഈ IT സർവീസസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ചെയ്ത കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കണം ഓൾവേസ്. അപ്പോൾ അതിനകത്തൊരു ഇൻട്രസ്റ്റ് പോയപ്പോഴാണ് ഞാൻ ഒരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ഐഡിയ വന്നു. അങ്ങനെ ഞങ്ങൾ ടേസ്റ്റി സ്പോട്സ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഫൈൻഡ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ്, ഒരു ആപ്പായിരുന്നു. ഒരു ആപ്പും വെബൊക്കെ ഉണ്ടായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്തു. അതിനുവേണ്ടി കുറേ സമയം ഇൻവെസ്റ്റ് ചെയ്തു. അത് നന്നായിട്ട് ബിൽഡ് ചെയ്തു, നന്നായിട്ട് മാർക്കറ്റ് ചെയ്തു. നല്ല രീതിയിലുള്ള മീഡിയ അറ്റൻഷനും അതിന് സ്റ്റാർട്ടപ്പ് ഫണ്ടും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വന്നു. ദ ആപ്പ് വാസ് വെരി ബിഗ് സക്സസ്. പക്ഷേ അതിൻ്റെ റവന്യൂ മോഡൽ നമുക്കൊരു ഫസ്റ്റ് റൗണ്ട് ചെറിയൊരു ഫണ്ടിങ് കിട്ടി. പക്ഷേ ഫർദറായിട്ട് പിന്നെ ആ സമയത്തേക്ക് റവന്യൂ മോഡൽ ഒരു ഫെയിലർ ആയതുകൊണ്ട് ആ സ്റ്റാർട്ടപ്പ് മുന്നോട്ട് പോയില്ല. അപ്പം നമുക്ക് മനസ്സിലായ കാര്യം, വി നോ ഹൗ ടു മാർക്കറ്റ് തിങ്സ്. നമ്മുടെ കോർ ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. എന്തും നല്ലൊരു റൈറ്റ് പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ ഡു ദ മാർക്കറ്റിംഗ്. പിന്നെ ഫുഡ് എനിക്ക് പണ്ട് മുതലേ ഒരു ഭയങ്കര താല്പര്യമുള്ള ഒരു സെഗ്മെൻ്റ് ആയിരുന്നു ഫുഡ്. സോ ഫുഡിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിലാണ് ടേസ്റ്റി സ്പോർട്സിൻ്റെ ഒരു ഏകദേശം സ്റ്റോപ്പായ സമയത്താണ് ഒരു ഫ്രൂട്ട് ബേ എന്നുള്ള ചെറിയൊരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിൽ തുടങ്ങിയത്. ആ സമയത്ത് നമ്മളെ കോർ ആക്ടിവിറ്റി സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ ആ സ്ട്രാറ്റജി വെച്ചിട്ടാണ് ഫ്രൂട്ട് ബേ തുടങ്ങുന്നതും. അത് ഈ മെയിൻലി നമ്മൾ ആ ഒരു ഏർലി
ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഒരു വൺ ഓഫ് ദി ഏർലി സ്റ്റേജിൽ യൂസ് ചെയ്ത് 2018-19 യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് വരുന്നത്. എൻ്റെയൊക്കെ ആഗ്രഹം ഞാനൊരു IT എന്തോ വൻ സംഭവം ചെയ്യുന്നതായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നിരുന്നത്. അതിനാണ് ശ്രമിച്ചത്. പക്ഷെ നമ്മൾ അൾട്ടിമേറ്റ്ലി വന്ന് സക്സസ് ആയത് ജ്യൂസ് വിറ്റിട്ടാണ്. ജ്യൂസ് കട. നമസ്കാരം, എൻ്റെ പേര് ജോസഫ് ബാബു. ഞാൻ റിയാഫൈ ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു ടെക് കമ്പനിയുടെ കോഫൗണ്ടറാണ്. അപ്പോൾ ഞങ്ങൾ 2013 കോളേജ് കഴിഞ്ഞ് ഞങ്ങളൊരു 6 സുഹൃത്തുക്കൾ ചേർന്നാണ് റിയാഫൈ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജോഫിനൊക്കെ നമ്മുടെ കണ്ടംപററിയാണ്. നമ്മൾ തുടങ്ങിയ ഈ സ്റ്റാർട്ടപ്പ് വില്ലേജ് തുടങ്ങിയ സമയത്ത് അവിടെ ഉണ്ട്. ഇവരുടെയൊക്കെ അതെ നമ്മൾ ആ വാട്ടർ ടാങ്കിൻ്റെ ഒരു ബിൽഡിംഗ് ആയിരുന്നു, അത് അവർ മാറ്റി ഇങ്ങനെ ആക്കി തന്നതാണ്. അപ്പോൾ അന്ന് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ തുടങ്ങിയത് ബേസിക്കലി റിയാഫൈ എന്ന് പറയുന്നത് ഒരു AI ഇന്നോവേഷൻ കമ്പനിയാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ എത്തിക്കൽ പ്രൊഡക്ട്സുകൾ ബിൽഡ് ചെയ്യുന്നൊരു കമ്പനിയാണ് നമ്മുടെ. അപ്പോൾ ഈ 2013 ഞങ്ങൾ കോളേജ് പഠിക്കുമ്പോൾ ഒരു ടെക്ക് ബിൽഡ് ചെയ്യുന്നു, ടെക് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട്. ഇത് ആ കോളേജിലെ ഭയങ്കര പോപ്പുലർ ഒരു പ്രൊജക്റ്റായി മാറുന്നു. പിന്നെ ഇത് പേറ്റൻറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. പേറ്റൻറ്റ് ചെയ്യാനായിട്ട് അതിനുള്ള പ്രോസസ്സൊക്കെ പഠിച്ച് പേറ്റൻറ്റ് ഓഫീസിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്യുന്നു. അന്ന് പ്രയർ ആർട്ട് സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നു ഇതേ ടെക്കുള്ളത് ആപ്പിൾ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ഈ 3 കമ്പനീസിനാണ് സിമിലർ ടെക്കുള്ളത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിന്നുള്ള, അതും ആ പ്രായം കോളേജ് കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ചെയ്ത് ഭയങ്കര പൊട്ടൻഷ്യലുള്ള സാധനമാണെന്ന് തോന്നി. രസം എന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് ആർക്കും ബിസിനസ്സിനെ കുറിച്ച് ഒരു അറിവില്ല. എല്ലാവരും തന്നെ ഫസ്റ്റ് ജനറേഷൻ ബിസിനസ്സുകാരാണ്. ടെക്കാണൊരു സ്ട്രോങ് സാധനം എന്നറിയാം. അപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാരുടെ അടുത്ത് നിന്ന് സ്റ്റാർട്ടപ്പ് വില്ലേജ് തുടങ്ങിയ സമയമാണ് കുറച്ച് എക്സ്പോഷർ കിട്ടി. കുറേ ആൾക്കാരോട് സംസാരിക്കും. പുറത്തുനിന്നൊക്കെ വന്ന സിസ്കോയിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ഇത് പറഞ്ഞു, നമ്മൾ ടെക്കിനെ പറ്റി സംസാരിച്ച് തുടങ്ങി. ടെക്ക് പറഞ്ഞിട്ട് ആർക്കും പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല. അത് ഒരാളങ്ങനെ നമുക്ക് പറഞ്ഞു തന്നു. അതായത് ഈ ടെക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ എവിടെയെങ്കിലും അപ്ലൈ ചെയ്ത് ആരെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്ത് കാണിച്ചു കൊടുത്താലാണ് നമ്പർ സ്പീക്സ് എന്നുള്ളത് ഒരു ആ സമയത്ത് കിട്ടിയ ഒരു ആദ്യത്തെ ഒരു ഇൻസൈറ്റായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ 10 years വെച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ഞങ്ങളന്ന് AI പറ്റി അന്ന് പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ അന്ന് നമ്മൾ വിഭാവനം ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ അതിന് റെഡി ആയിട്ടുള്ളൊരു സമയം. അതായത് അന്ന് ഇനഫ് കമ്പ്യൂട്ട് പവർ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ NVIDIA ഒക്കെ അതിൻ്റെ ചിപ്പ് ഇറക്കുന്നു, അത്ര ഡേറ്റ ഉണ്ടായിരുന്നില്ല, അത് സോൾവായി. ഇപ്പോൾ അത് ആക്സസബിളായി. ഇപ്പോൾ എല്ലാവരും കോവിഡ് കഴിഞ്ഞപ്പോൾ ഡിജിറ്റൽ അഡോപ്ഷൻ എല്ലാ ഇൻഡസ്ട്രീസിലും വന്നു. അപ്പോൾ ഈ എന്താ പറയുക, സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാവില്ല. അതായത് ഇതൊരു എന്താ പറയുക, ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാമെന്നുള്ള. അപ്പോൾ കുറച്ച് അന്നത്തെ ഒരു സോഷ്യൽ സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് അന്ന് ഒരുപാട് IT കമ്പനീസ് ജോലി ഒരുപാട് ഓഫർ ചെയ്യുന്നൊരു സമയമായിരുന്നു. ഒരു IT ബൂമുള്ള സമയം 2012-13. അപ്പോൾ ഞാൻ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ മൾട്ടിപ്പിൾ കമ്പനീസ് വന്ന് ജോബ് ഓഫർ തന്നായിരുന്നു. അപ്പോൾ അതൊരു കോൺഫിഡൻസാണ് ഒരു കോളേജ് പഠിക്കുന്ന ഒരാൾക്ക്. ഓക്കെ, നമുക്കിത് വർക്ക് ചെയ്തില്ലെങ്കിലും ഒരു ജോലി കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ പലരും ഇവിടെ പറഞ്ഞൊരു കോമൺ ഫാക്ടറായിരുന്നു, നേരത്തെ ചെറുപ്പത്തിലേ തുടങ്ങി. ആ സമയത്ത് നമുക്ക് റിസ്ക് എടുക്കാനുള്ളൊരു അപ്പിറ്റൈറ്റൊക്കെ ഉണ്ട്. ഒരു പ്രായം കഴിഞ്ഞ് നമുക്കൊരു കുടുംബമൊക്കെ നോക്കേണ്ട ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ആ റിസ്ക് എടുക്കാനുള്ള അപ്പിറ്റൈറ്റ് സ്വാഭാവികമായിട്ടും കുറയും. നമ്മൾ സേഫ് പ്ലേ കളിക്കാൻ ശ്രമിക്കും. അവിടെ ഞങ്ങളന്ന് തുടങ്ങിയ സമയത്ത് നമ്മളെല്ലാവരും ഇത് പഠിക്കാൻ ശ്രമിക്കുമായിരുന്നു. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതെങ്ങനെയാണ്. കാരണം പറഞ്ഞ പോലെ നമുക്ക് ആ എക്സ്പോഷർ ഇല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ എക്സാമ്പിൾസ് കണ്ടില്ല. ആ സമയത്ത് നമ്മൾ ബ്ലെസ്ഡ് ആയ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിതുപോലെ ആപ്സ് ഇറക്കിയായിരുന്നു. ആൻഡ്രോയിഡിൽ, iOS നമുക്ക് എല്ലാവർക്കും പോയി സ്റ്റോറിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്യാവുന്ന രീതിയിൽ. നമ്മുടെ വൺ ഓഫ് ദ ആപ്പ് ഗൂഗിളിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് കോൺഫറൻസാണ് ഗൂഗിൾ I/O. അത് US നടക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടൊരു പ്രൊഡക്റ്റ് കമ്പനി അവർ ഷോക്കേസ് ചെയ്യുന്നത് നമ്മുടെ ഒരു പ്രൊഡക്റ്റായിരുന്നു. ഇപ്പോൾ അത് നമുക്ക് അറൗണ്ട് 100 million യൂസേഴ്സും ഇൻ 23 ഗ്ലോബൽ ലാംഗ്വേജിലുള്ള ഒരു ആപ്പ് പോർട്ട്ഫോളിയോ ആയി. നമ്മുടെ ഒരു വൺ ഓഫ് ദ ബ്രെഡ് ആൻഡ് ബട്ടർ ബിസിനസ്സാണത്. അതായത് ലോകത്തെ എല്ലാവർക്കും നമ്മുടെ ആപ്പ് എവിടെ നിന്ന് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യുക. അതിന് സബ്സ്ക്രിപ്ഷൻ ഉണ്ട് ചില ഫീച്ചേഴ്സിന്. അതിനാണ് നമുക്ക് റവന്യൂ വരുന്നത്. ഇതാണ് നമ്മുടെ ഒരു ബിസിനസ് മോഡൽ. ഇതല്ലാതെ അന്ന് നമ്മൾ പറഞ്ഞിരുന്ന AI ഇപ്പോൾ എൻ്റർപ്രൈസുകൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഹായ്, എൻ്റെ പേര് ബിറ്റു ജോൺ എന്നാണ്. ഞാൻ കോതമംഗലാണ് വീട്. ഞാൻ ബേസിക്കലി ഒരു MTech ഗ്രാജുവേറ്റ് ആണ്. MTech എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. പക്ഷേ ഞാനിപ്പോൾ ഒരു പലചരക്കട അടുത്താണ്. സോ അത് ഇന്ത്യയിലെ ആദ്യത്തെ 0 waste സ്റ്റോറാണ്. സസ്റ്റൈനബിൾ കോൺസെപ്റ്റിലുള്ള ആദ്യത്തെ ഗ്രോസറി സ്റ്റോറാണ്. എൻ്റെ ഫസ്റ്റ് സ്റ്റോർ കോലഞ്ചേരിയാണ്, എറണാകുളം ജില്ലയിലെ കോലഞ്ചേരി. തൃപ്പൂണിത്തുറ സ്റ്റോറുണ്ട്, ആൻഡ് പനമ്പള്ളി ഒരു സ്റ്റോറുണ്ട്. ഒരു സ്റ്റോർ ഇപ്പോൾ തൊടുപുഴ വർക്ക് നടക്കുന്നു. സോ 2016 ഞാൻ UK ഒരു ലെഷർ ട്രിപ്പിന് പോയപ്പോൾ കണ്ടൊരു ചെറിയ സ്റ്റോറിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ശരിക്കും. സ്റ്റോറിൻ്റെ പേര് 7 to 9 ഗ്രീൻ സ്റ്റോർ എന്നാണ്. 7 to 9 എന്നുള്ള ടൈമിംഗ് ആണ്. ആൻഡ് ഗ്രീൻ കോൺസെപ്റ്റിലുള്ളതാണ് ഗ്രീൻ സ്റ്റോർ. സോ
ദ കോൺസെപ്റ്റ് ഈസ് യു ക്യാൻ ബ്രിങ് യുവർ കണ്ടെയ്നേഴ്സ്. വീട്ടിലെ പാത്രങ്ങൾ കൊണ്ടുവന്ന് റീഫിൽ ചെയ്യുക. അതായത് നമ്മുടെ നാട്ടിലെ ഏറ്റവും രൂക്ഷമായ ഒരു പ്രശ്നമാണ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പലചരക്കട. അതായത് നമ്മുടെ പേരൻസ്, നമ്മുടെ ഗ്രാൻഡ് പേരൻസ് കളഞ്ഞിട്ട് പോയ ഒരു കോൺസെപ്റ്റിനെ, അതായത് സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റൈലിലേക്ക് പോയതിനെ തിരിച്ച് പലചരക്ക് കടയെ വീണ്ടും ഒന്ന് റീമോഡിഫൈ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് എനിക്ക് എൻ്റെ സ്റ്റോറിൽ ഏതാണ്ട് 2800 ഐറ്റംസ് ലൂസാണ്, including shampoos, cleaning solutions, everything comes in bigger containers. You can bring your containers and you can refill whatever quantity you want. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി അതിൽ നിന്ന് റീഫിൽ ചെയ്തെടുക്കുക. ഇപ്പോഴത്തെ ഹൈക്കോടതി ജഡ്ജി മുതൽ നമ്മുടെ ഇവിടുത്തെ ഫിലിം ആക്ടേഴ്സ് മുതൽ, ഇപ്പം ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു, ഇപ്പം അനിക സുരേന്ദ്രനില്ലേ, ഷീസ് ലൈക്ക് 17 or 18 I think, പുള്ളിക്കാരി വരെ കണ്ടെയ്നേഴ്സ് കൊണ്ടുവന്നാണ് റീഫിൽ ചെയ്തത്. സോ ആളുകൾക്ക് എൻ്റെ അടുത്ത് ഒരാൾ ഒരു ഫിലിം ആക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞാണ് ലൈക്ക് ഗിൽറ്റ് ഫ്രീ എന്ന് പറയും പർച്ചേസ് ചെയ്യുമ്പോൾ. ഞാൻ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല എന്നൊരു പേഴ്സണലി എനിക്കൊരു ഇതുണ്ടെന്ന് പറയും. സോ ഐ എം ഗിവിങ് 2% ഡിസ്കൗണ്ട് ഫോർ പീപ്പിൾ ഹു ആർ ബ്രിങ്ങിങ് കണ്ടെയ്നേഴ്സ് കൊണ്ടുവന്നവർക്ക് 2% ഡിസ്കൗണ്ട് കൊടുക്കും. ആൻഡ് എവറി ബില്ലിലും അതുണ്ടാവും. ഒരാൾ ഇപ്പോൾ 20 സാധനം വാങ്ങിച്ചാൽ യു സേവ് 20 പീസ് ഓഫ് പ്ലാസ്റ്റിക് എന്നുള്ളത് അതത് ബില്ലിലുണ്ടാവും. ആൻഡ് ഇപ്പോൾ ഞാൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ട് 6 years ആയി. ഈ 6 വർഷം കൊണ്ട് എൻ്റെ 3 സ്റ്റോറിൽ നിന്ന് ഞാൻ സേവ് ചെയ്തിരിക്കുന്ന 41 ലക്ഷം പീസ് ഓഫ് പ്ലാസ്റ്റിക് ആണ്. 41 lakh പീസസ് ഓഫ് പ്ലാസ്റ്റിക്. ആൻഡ് ഇറ്റ്സ് ഗോയിങ് വെൽ, നന്നായിട്ട് പോകുന്നു, ആളുകൾ നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. ഇറ്റ്സ് ആൻ ഓർഗാനിക് സ്റ്റോർ. So this is my story.